നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് ശക്തിദുർഗമായിരുന്ന സംസ്ഥാനം തന്നെയാണ് അസം. 3 വട്ടം തരുൺ ഗൊഗോയ് മുഖ്യമന്ത്രിയായി ഇരുന്ന അസാമിൽ പിന്നീട് അങ്ങോട്ട് BJPയുടെ വലിയ മുന്നേറ്റം 2016-ലും 2021-ലും നമ്മൾ കണ്ടു. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ BJPയേക്കാൾ ഒരുപടി മുന്നിലാണ് കോൺഗ്രസ്. അസാമിലെ ധൂബ്രി മണ്ഡലത്തിൽ നിന്നും റാക്കിബുൾ ഹുസൈൻ ജയിച്ചത് 10,12,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പോളിംഗ് ശതമാനത്തിലും റെക്കോർഡ് പോളിംഗാണ്. 26 ലക്ഷത്തിലധികം വോട്ടർമാർ പോൾ ചെയ്തിരിക്കുന്ന മണ്ഡലത്തിൽ 60% വോട്ട് നേടിയാണ് റാക്കിബുൾ ഹുസൈൻ വിജയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അസാമിൽ അവിടെ വലിയ തോതിൽ ട്രബിൾ ഷൂട്ടർ എന്ന് BJPക്കിടയിൽ നാമമുള്ള അവരുടെ നേതാവായ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണിത്. അസാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആധികാരിക വിജയം ഒരുപക്ഷെ നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് കെൽപ്പുണ്ട് എന്ന് ഇതിനോടകം തന്നെ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ അസംബ്ലി സെഗ്മെൻറ്റിലെ ലീഡ് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് ആകെ 40-ലേറെ മണ്ഡലങ്ങളിൽ മാത്രം ലീഡുണ്ട് എന്ന് വിചാരിച്ചാൽ അതിനർത്ഥം കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നതല്ല. സംസ്ഥാന നിയമസഭയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കോൺഗ്രസ്സിന് കഴിവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിലവിൽ ജോർഹാത്ത് മണ്ഡലത്തിൽ വിജയിച്ച ഗൗരവ് ഗൊഗോയിയെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. തീർച്ചയായും തരുൺ ഗൊഗോയിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല, ഗൗരവ് ഗൊഗോയിക്ക് രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട്. അസാമിലും അദ്ദേഹത്തിൻ്റെ ജനകീയത വളരെ വലുതാണ്. അസാമിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവ് ഗൊഗോയ് എന്ന നേതാവ് തീർച്ചയായും ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഒരു വാൾ തന്നെയാണ്. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ കാലിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് BJP നേതാക്കൾ തന്നെ അദ്ദേഹത്തോട് പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന സമയമാണിത്. നിലവിൽ വർഗീയത മാത്രം, അതും വർഗീയ വിഷം ചീന്തുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഡയലോഗുകളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പലതിനെതിരെയും കേസിന് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി 2ാം ജോഡോ ന്യായ യാത്ര നടത്തിയപ്പോൾ അത് തടയുമെന്നും രാഹുൽ ഗാന്ധിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആവേശം കൊള്ളിച്ച് BJPക്കാരെ കൈയടിപ്പിക്കാൻ ഒക്കെ ശ്രമിച്ച ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഇപ്പോൾ പഴയ രീതിയിലല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസ്സിന് ദേശീയ തലത്തിലുണ്ടായ മാറ്റത്തിൽ പോലും ഹിമന്ത് ബിശ്വ ശർമ്മ അസംതൃപ്തനാണ്. തീർച്ചയായും കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ തിരികെ വരാനുള്ള കെൽപ്പുണ്ട് എന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അസാമിൽ മുന്നണി മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക്.